ഹായ് ഹലോ നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ SCERT സീരീസിൻ്റെ ഭാഗമായിട്ട് 6ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ രാഷ്ട്രവും ഗവൺമെൻറ്റും നിങ്ങൾക്ക് കാണാം. ഈ ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാഷ്ട്രം എന്താണ്, ഗവൺമെൻറ് എന്താണ്, കൺഫ്യൂഷൻ ഒഴിവാക്കാം ഈ ചാപ്റ്റർ പഠിച്ചു തീരുന്നതിലൂടെ. ഓക്കെ, അപ്പോൾ എന്താണ് രാഷ്ട്രം, എന്താണ് ഗവൺമെൻറ് എന്ന് പഠിച്ചു തുടങ്ങിയാലോ. ഓക്കെ, എന്താണ് രാഷ്ട്രം, എന്താണ് ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ എന്താണ് രാഷ്ട്രം? ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ ഒരു സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് എന്ത്, ഒരു രാഷ്ട്രം എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ ഒരു സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനം. എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കാം. എന്താണ്? ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്നു. ഒരു നിശ്ചിത പ്രദേശം ഓക്കെ, എന്താണ് പ്രദേശം വട്ടവട്ടെന്ന് പറഞ്ഞുതരാം. അപ്പൊ സ്ഥിരമായിട്ട് അധിവസിക്കുന്നതും എങ്ങനെ, പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയതുമായ. ഓക്കെ, എന്താണ്? ഒരു നിശ്ചിത പ്രദേശത്ത് താമസിക്കുന്ന എങ്ങനെ, പരമാധികാരമുള്ള ഗവൺമെന്റ്. എന്താണ് പരമാധികാരം, എന്താണ് ഗവൺമെന്റ് പഠിക്കും. ഓക്കെ, അപ്പൊ ഗവൺമെന്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. അപ്പൊ എങ്ങനെയാണ് രാഷ്ട്രം വരുന്നത്? ഒരു നിശ്ചിത പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾ എങ്ങനെ, ഒരു പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയ ഒരു ജനതയാണ് രാഷ്ട്രം. ഓക്കെ, അപ്പോൾ രാഷ്ട്രത്തിൽ എന്തൊക്കെ പറഞ്ഞു? പ്രദേശം വേണം, അധിവസിക്കുന്ന ജനങ്ങൾ വേണം, പരമാധികാരം വേണം. എങ്ങനെയുള്ള ഗവൺമെൻറ് വേണമെന്ന് പറഞ്ഞു? പരമാധികാരമുള്ള ഗവൺമെൻറ്റും വേണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചേരുമ്പോഴാണ് എന്ത്, രാഷ്ട്രം ആവുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ, രാഷ്ട്രത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ നോക്കിയേ. ജനസംഖ്യ, നമ്മൾ നേരത്തെ പറഞ്ഞു ജനസംഖ്യ വേണമെന്ന് പറഞ്ഞു, ജനത വേണമെന്ന് പറഞ്ഞു, പിന്നെ ഭൂപ്രദേശം വേണമെന്ന് പറഞ്ഞു. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം. അപ്പൊ എന്നീ ഘടകങ്ങൾ ചേർന്ന് രൂപീകരിക്കുന്നതാണ് എന്ത്, ഒരു രാഷ്ട്രം. അപ്പൊ ഒരു രാഷ്ട്രത്തിന്റെ 4 ഘടകങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ജനസംഖ്യ വേണം, പ്രദേശം വേണം, ഭൂപ്രദേശം വേണം, ഗവൺമെന്റ് വേണം, പരമാധികാരം വേണം. അപ്പൊ എന്നീ ഘടകങ്ങൾ ചേർന്നതാണ് എന്ത്, ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ ഒരു സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. അപ്പൊ രാഷ്ട്രത്തിന്റെ 4 ഘടകങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പിന്നെന്താണ്? പരമാധികാരം. എങ്ങനെയുള്ള ഗവൺമെന്റ്? പരമാധികാരമുള്ള ഗവൺമെന്റ്. ഓക്കെ, ഇവിടെ നോക്കിയേ, നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതും. എന്തൊക്കെയാണ്? നിയമങ്ങൾ നിർമ്മിക്കുന്നു, ജനക്ഷേമം ഉറപ്പുവരുത്തുന്നു. ഇതെല്ലാം ആരുടെ ചുമതലയാണ്? ഒരു രാഷ്ട്രത്തിന്റെ ചുമതലയാണ്. അപ്പൊ ഒരു രാഷ്ട്രം ജനങ്ങളോട് എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുന്നു. ആർക്ക് വേണ്ടി? ജനങ്ങൾക്ക് വേണ്ടി. കൂടാതെ എന്ത്, ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പുവരുത്തുന്നു. ആര്? ഒരു രാഷ്ട്രം. അപ്പൊ രാഷ്ട്രത്തിന്റെ ചുമതല പഠിച്ചു. എന്താണ്? ജനക്ഷേമവും നിയമനിർമ്മാണവും ഒക്കെ എന്താണ്, രാഷ്ട്രത്തിന്റെ ചുമതലയാണെന്ന് പറഞ്ഞു. കൂടാതെ എന്തുകൊണ്ട്? ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും എന്താണ്, രാഷ്ട്രമാണ്. ഓക്കെ, പിന്നെ പറഞ്ഞു എന്താണ് നമ്മൾ അപ്പം എന്ത് പറഞ്ഞു? അപ്പം നിയമങ്ങൾ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു, പിന്നെ നിയമങ്ങൾ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു, ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമം ഉറപ്പുവരുത്തുന്നു എന്ന് പറഞ്ഞു, പിന്നെ ഇപ്പം പറഞ്ഞു എന്താണ്, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതെല്ലാം എന്താണ്, രാഷ്ട്രത്തിന്റെ ചുമതലയാണ്. കൂടാതെ എന്തുകൊണ്ട്? ജനങ്ങൾ രാഷ്ട്രത്തോടും എന്തുണ്ടായിരിക്കണം, ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. അതായത് രാഷ്ട്രം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. രാഷ്ട്രം ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നു. നമ്മുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം? നമ്മുടെ ഭൂപ്രകൃതിക്ക്, നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ. അല്ലെങ്കിൽ അത് ഓരോ രാഷ്ട്രത്തിനനുസരിച്ച് അത് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലാണ് ശ്രമിക്കുന്നത്, നമ്മൾ ഇന്ത്യയിലാണ് എന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്. അപ്പം ഇന്ത്യക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതെ പൊതുബോധത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം. ഇതെല്ലാം പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു കൺട്രോൾ ആരുടെ കയ്യിലുണ്ട്? രാഷ്ട്രത്തിന്റെ കയ്യിലുണ്ട്, അല്ലേ? അപ്പൊ ഇതാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? ജനങ്ങൾ അവകാശങ്ങൾ സംരക്ഷിക്കും. അതാണ് പറയുന്നത്. എന്ത്? ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രം പ്രവർത്തിക്കുമ്പോൾ അതേപോലെ ഉത്തരവാദിത്വം നമുക്കും രാഷ്ട്രത്തോട് ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. എന്താണ്? ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും നിർവചിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രം തന്നെയാണ്. അപ്പൊ രാഷ്ട്രം എന്താന്ന് പറഞ്ഞു. എന്താണ് രാഷ്ട്രം? രാഷ്ട്രം പറഞ്ഞു എന്തു, ജനങ്ങൾ രൂപീകരിച്ച ഒരു ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണെന്ന് പറഞ്ഞു. അതിലെന്തൊക്കെ പെടും? ഒരു നിശ്ചിത പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾ ഉണ്ടാവും. ആ ജനങ്ങൾക്ക് എന്തുണ്ടാവണം? ജനങ്ങൾ മാത്രം പോരാ, അവിടെ എന്താണ്, ഒരു പരമാധികാരമുള്ള ഗവൺമെന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതെല്ലാം ചേരുമ്പോഴാണ് രാഷ്ട്രം ഉണ്ടാവുന്നത്. ആ രാഷ്ട്രം ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ, അല്ലെ രാഷ്ട്രത്തിന്റെ ചുമതല എന്താന്ന് പറഞ്ഞു? അത് നിയമങ്ങൾ നിർമ്മിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നു, ജനക്ഷേമം ഉറപ്പുവരുത്തുന്നു, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത്, ജനങ്ങൾ രാഷ്ട്രത്തോട് എന്തുണ്ടായിരിക്കണം? ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം, അല്ലേ? അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, ഇവിടെ നോക്കിയേ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ ഏതാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. ഏതൊക്കെയാണ്? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം. 4 ഘടകങ്ങൾ. അപ്പൊ ഈ 4 ഘടകങ്ങളും എങ്ങനെ രാഷ്ട്രത്തെ രൂപീകരിക്കുന്നു എന്നും നമ്മൾ ഇനി വ്യക്തമായിട്ട് പഠിക്കാൻ പോവുകയാണ്. നോക്കിയേ, ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ് ആണ്.
ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ചോദിക്കാം. അപ്പൊ എന്താണ്? ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. ഒരു രാഷ്ട്രം ഉണ്ടാവുമ്പോൾ എന്തായിരിക്കണം അവിടെ? എന്തുണ്ടായിരിക്കണം അവിടെ? ഒരു ജനസംഖ്യ ഉണ്ടായിരിക്കണം, ഒരു നിശ്ചിത ജനസംഖ്യ ഉണ്ടായിരിക്കണം. ആ നിശ്ചിത ജനസംഖ്യ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് നിജപ്പെടുത്തിയിട്ടില്ല, എത്ര ജനസംഖ്യ ഉണ്ടാവണം എന്ന്. ഓക്കെ, ഇവിടെ നോക്കിയേ, രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല. ഓക്കെ, അപ്പൊ എന്ത് വേണമെന്ന് പറഞ്ഞു? രാഷ്ട്രം വേണം. രാഷ്ട്രത്തിന് എന്ത് വേണം? 4 ഘടകങ്ങൾ വേണം. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം. അതിൽ ജനസംഖ്യ വേണമെന്ന് പറഞ്ഞു. അതിൽ ജനസംഖ്യ എത്ര വേണമെന്ന് നിജപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ജനസംഖ്യ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു നിശ്ചിത ശതമാനം ജനസംഖ്യ വേണം. ആ ജനസംഖ്യ എത്രയാണെന്ന് നിജപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നോക്കിയേ, ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വിവിധ മതവർഗ വിഭാഗങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരേ വിഭാഗത്തിലുള്ള ജനങ്ങൾ മാത്രമല്ല, അവിടെ എന്തുണ്ടാവും? വിവിധ മതത്തിലും വർഗത്തിലും വർണ്ണത്തിലുള്ള പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കണം. പക്ഷെ അവിടെ എന്താണ് ഒരു കണ്ടീഷൻ ഉള്ളത്? നോക്കിയേ, പരസ്പരാശ്രയത്വം, പൊതു താല്പര്യം, പൊതുബോധം. ഓക്കെ, ഈ 3 പോയിന്റ് കണ്ടോ? പരസ്പരാശ്രയത്വം, പൊതു താല്പര്യം, പൊതുബോധം. ഈ 3 കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ട് വേണം ഈ ജനങ്ങൾ ജീവിക്കാനുള്ളത് അല്ലേ? പല വിധത്തിലുള്ള മതത്തിലും വർഗത്തിലും വർണ്ണത്തിലും പെട്ടവരുണ്ടാവും അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴാണ് ഇവിടെ ഒരു കണ്ടീഷൻസിന്റെ ആവശ്യകത വേണ്ടി വരുന്നത്. എന്തൊക്കെയാണ്? പരസ്പരാശ്രയത്വം, പൊതു താല്പര്യം, പൊതുബോധം. നാനാത്വത്തിൽ ഏകത്വം എന്ന രീതിയിലാണ് ഇന്ത്യക്കാർ ജീവിച്ചു പോരുന്നത്. അതെന്താണ്? നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുള്ള മതങ്ങളും ജാതികളും പല തരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരുണ്ട്. അപ്പൊ അവിടെ എന്താണ്? ഇത്രയും വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപോലെ ജീവിക്കുന്നില്ലേ? അതാണ് അതിന്റെ കണ്ടീഷനായിട്ട് ഇവിടെ പറയുന്നത്. എന്താണ്? പരസ്പരാശ്രയത്വം, പൊതു താല്പര്യം, പൊതുബോധം അല്ലേ? അപ്പൊ എന്ത് പറഞ്ഞു? രാഷ്ട്രത്തിന് എന്ത് വേണം? ജനങ്ങൾ വേണം. ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞു അല്ലേ? അത് കൂടാതെ എന്ത് പറഞ്ഞു? ഈ ജനസംഖ്യ നിജപ്പെടുത്തിയിട്ടില്ല. എത്ര ജനസംഖ്യ വേണമെന്ന് നിജപ്പെടുത്തിയിട്ടില്ല. കൂടാതെ ഇവർ എങ്ങനെ ജീവിക്കണം? പല വിധത്തിലുള്ള മതങ്ങളും വർഗ വിഭാഗങ്ങളും ഉണ്ടെങ്കിലും അവരെങ്ങനെ ജീവിക്കണം? പരസ്പരാശ്രയത്വം, പൊതു താല്പര്യം, പൊതുബോധം എന്നിവയാൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിന്റെ ഘടകമായിട്ട് മാറുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ജനങ്ങൾ രാഷ്ട്രത്തിന്റെ ഘടകമായി മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ജനങ്ങൾ എങ്ങനെ ജീവിക്കുമ്പോൾ? പരസ്പര ആശ്രയത്വത്തോടു കൂടിയും പൊതു താല്പര്യത്തോടു കൂടിയും പൊതുബോധത്തോടും കൂടി ജീവിക്കുമ്പോഴാണ് ജനങ്ങൾ ഒരു രാഷ്ട്രത്തിന്റെ ഘടകമായി മാറുന്നത്. ഓക്കെ, അപ്പൊ ജനസംഖ്യ എങ്ങനെ രാഷ്ട്രത്തിന്റെ ഘടകമായി മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, താഴെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഓക്കെ, ഏറ്റവും വലിയ രാജ്യം റഷ്യ ആണെന്നറിയാം. എന്നാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണത്? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ് അല്ലേ? ഇന്ത്യയാണ്. എങ്കിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? അത് വത്തിക്കാനാണ്. ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? വത്തിക്കാനാണ് അല്ലേ? അപ്പോൾ ഒരു രാഷ്ട്രം വേണമെങ്കിൽ അവിടെ ജനസംഖ്യ വേണം. അത് എത്രയാണ്, അല്ലെ ജനസംഖ്യയുടെ കണക്ക് എത്രയാണെന്ന് നിശ്ചയപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നോക്കി, ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത് ഇന്ത്യയിലും വത്തിക്കാനിലുമാണ് അല്ലേ? അപ്പൊ ഏറ്റവും കുറവും ഏറ്റവും കൂടുതലും അവിടെ എന്താണ്? വലിയൊരു ഡിഫറൻസ് ഉണ്ട്. വത്തിക്കാൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ പകുതി പോലും ഇല്ലാത്തൊരു രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ്? കേരളത്തിന്റെ 13 മടങ്ങ് വലിപ്പമുള്ള രാജ്യമാണ്. അപ്പൊ ഇത്രയും ഡിഫറൻസ് ഉണ്ട് ആ ജനസംഖ്യയിൽ. എന്നിട്ടും അവരൊരു രാഷ്ട്രമായിട്ട് ഒരു രാജ്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്. എന്താണ്? ജനസംഖ്യ നിജപ്പെടുത്തിയിട്ടില്ല. ഇത്ര ജനസംഖ്യ ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രമാകാവൂ എന്ന് നിജപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ കോളം തന്നിരിക്കുന്നത്. ഇത് സ്കൂൾ ടെസ്റ്റ് അതേപടി ഞാൻ കാണിച്ചതാണ്. എന്തിനാണ്? ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ജനസംഖ്യ എങ്ങനെയാണ് രാഷ്ട്രത്തിന്റെ ഭാഗമാവുന്നു എന്ന് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്ത് നോക്കിയേ. അപ്പൊ രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രശാസ്ത്രം എങ്ങനെ ഉരുവിട്ട് വന്നു അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്. രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും. നോക്കിയേ, രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് എന്ത്? രാഷ്ട്രതന്ത്രശാസ്ത്രം. ശാസ്ത്രീയമായ പഠനം. ഓക്കെ, ഇത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത്. ജനാധിപത്യം എവിടെ നിന്ന് വന്നോ അവിടെ നിന്ന് തന്നെയാണ് രാഷ്ട്രം എന്ന ആശയവും ഉദിച്ചു വന്നത്. ഓക്കെ, എവിടെ? പുരാതന ഗ്രീസിലാണ് അല്ലേ? അത് എങ്ങനെയാണ് വന്നത്? നഗര രാഷ്ട്രങ്ങൾ പഠിച്ചു വെച്ചോ. നഗര രാഷ്ട്രങ്ങൾ പോയിന്റ്. നഗര രാഷ്ട്രങ്ങളായിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിന്റെ അടിസ്ഥാന ഘടകം. അതായത് നഗര രാഷ്ട്രങ്ങളിൽ നിന്നാണ് എന്ത് രൂപീകരിച്ചത്? രാഷ്ട്ര അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രശാസ്ത്രം രൂപീകരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പുരാതന ഗ്രീസിലാണ്, അതായത് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് രാഷ്ട്രവും ജനാധിപത്യവും ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അതായത് അവിടെ എന്താണ്? ജനങ്ങൾ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ജനങ്ങൾ ജീവിക്കുമ്പോൾ അവിടെ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗവൺമെന്റ് വേണം, അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശം വേണം. ആ ഗവൺമെന്റിന് പരമാധികാരം വേണം, എന്നാലേ രാഷ്ട്രമാവുള്ളൂ. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലേ രാഷ്ട്രമാവുള്ളൂ. ഈ രാഷ്ട്രം
ഈ രാഷ്ട്രം ഉണ്ടാവുന്നതിന് മുമ്പ് ജനങ്ങൾ എങ്ങനെ ജീവിച്ചിരുന്നു? ജനങ്ങൾ അവരുടെ ഭക്ഷണത്തിന് വേണ്ടി ജീവിച്ചിരുന്നു. അവിടെ എന്തില്ല, അവിടെ ഒരു യാതൊരു കൺട്രോളും ഇല്ല. ജനങ്ങൾ ജനങ്ങളുടേതായ രീതിയിൽ ജീവിക്കുന്നു. ആർക്കും ആരോടും എന്തില്ല, ഉത്തരവാദിത്തമില്ല. ഓക്കെ, അപ്പോഴാണ് ഇവിടെ നഗരരാഷ്ട്രങ്ങൾ, നഗരങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നത്. അവിടെയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ആവശ്യകത ഉണ്ടാവുന്നത്. നഗരങ്ങൾ ആൾ കൂടുതലാണല്ലോ, അപ്പോൾ അവിടെ എന്ത് വേണം, അവിടെ ആളുകളെ നിയന്ത്രിക്കാൻ ഒരു സിസ്റ്റം വേണം. ആ സിസ്റ്റത്തിന് വേണ്ടി, ആ സിസ്റ്റമാണ് പുരാതന ഗ്രീസിൽ ഉണ്ടായി വന്നത്. നോക്കിയേ, നഗരരാഷ്ട്രങ്ങളായിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിന്റെ അടിസ്ഥാന ഘടകം. ഓക്കെ, ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു, ഗ്രാമങ്ങളിൽ വളരെ കുറച്ച് ജനസംഖ്യ ഉണ്ടാവുള്ളൂ. അവിടെ എന്തിൻ്റെ ആവശ്യകത വരുന്നില്ല, പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആവശ്യകത വരുന്നില്ല. അപ്പോഴാണ് നഗരരാഷ്ട്രങ്ങളിൽ ജനസംഖ്യ കൂടുതലായതുകൊണ്ടും അവിടെയാണ് കച്ചവടങ്ങൾ കൂടുതലായതുകൊണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് ആവശ്യകത ഉയർന്നു വരുന്നു. അവിടെ നിന്നാണ് രാഷ്ട്രത്തിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ നഗരരാഷ്ട്രങ്ങൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രം എന്ന ആശയം ഉണ്ടാവുന്നത്. ഓക്കെ, നോക്കിയേ, ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. മൂന്ന് പേരെ. ഓക്കെ, സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കമിട്ടത്. ഓക്കെ, മൂന്ന് പേരും പഠിച്ചു വയ്ക്കുക. ഓക്കെ, നോക്കിയേ, പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? നമ്മുടെ രാഷ്ട്രതന്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, പോയിന്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. എന്താണ് പറഞ്ഞത്? രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം. അത് എവിടെ നിന്നാണ് ഉണ്ടായത്? പുരാതന ഗ്രീസിലാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി? നഗരരാഷ്ട്രങ്ങളാണ് രാഷ്ട്രതന്ത്രം ഉണ്ടാവാനുള്ള പ്രധാന ഘടകം എന്ന് പറഞ്ഞു. പിന്നെന്താണ്? ഗ്രീക്ക് ചിന്തകന്മാരായ ആരൊക്കെ? സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഈ മൂന്ന് പേരുമാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കം കുറിച്ചെന്ന് പറഞ്ഞു. എങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? രാഷ്ട്രതന്ത്രത്തിന്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു ഗ്രന്ഥം കൂടിയാണെന്ത്? പൊളിറ്റിക്സ്. ഓക്കെ, കാര്യം മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രം ഉണ്ടായി, ഗ്രീക്ക് ചിന്തകന്മാർ ആരൊക്കെ, ഗ്രീക്ക് ചിന്തകന്മാരിൽ പൊളിറ്റിക്സ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരൊക്കെ, പൊളിറ്റിക്സിൻ്റെ പിതാവാര് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവാര്. ഓക്കെ, ഇതെല്ലാം പഠിച്ചു വയ്ക്കുക. ഇനി വരുന്ന എക്സാമിനൊക്കെ ചോദിക്കുക. ഇതാ പുതിയ 6ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ആശയം എവിടെ നിന്ന് വന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. നോക്കി, അടുത്ത പോയിന്റേക്ക് സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം. എന്താണ് രാഷ്ട്രം നോക്കുന്നു. അപ്പോൾ എന്താണ്? പുരാതന ഗ്രീസിൽ നഗരരാഷ്ട്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന ആശയം ഉണ്ടായി വന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇവിടെ നോക്കിയ സ്റ്റേറ്റ്. ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ പോളിസ് എന്ന പദവും റോമാക്കാർ സിവിറ്റാസ് എന്ന പദവും ഉപയോഗിച്ചിരുന്നു. എന്തൊക്കെ പേര്? നഗരരാഷ്ട്രങ്ങൾ എന്തെന്നാണ് വിളിച്ചിരുന്നത്? പോളിസ് എന്ന് ഗ്രീക്കുകാരും റോമാക്കാർ സിവിറ്റാസ് എന്ന പദവുമാണ് ഉപയോഗിച്ചിരുന്നത്. കൂടാതെ ഇറ്റാലിയൻ ചിന്തകരായ നിക്കോളാസ് മാക്കിയവെല്ലി. നിക്കോള മാക്കിയവെല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു പൊളിറ്റിക്സ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു സ്റ്റേറ്റ് എന്ന പദം ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത് ആരാണ്? നിക്കോളോ മാക്കിയവെല്ലി. ഇറ്റാലിയൻ ചിന്തകനായ നിക്കോളോ മാക്കിയവെല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ജർമ്മനിയിലാണ്. ഓക്കെ, ജർമ്മനിയിലെ ഗോത്ര വിഭാഗങ്ങളായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഏത് വാക്ക്? സ്റ്റാറ്റസ് എന്ന പദത്തിൽ നിന്നാണ് എന്തുണ്ടായത്? സ്റ്റേറ്റ് എന്ന പദം ഉണ്ടായി വന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, രാഷ്ട്രതന്ത്ര ശാസ്ത്രം, രാഷ്ട്രം എന്ന പേര്, പൊളിറ്റിക്സ് എന്ന പേരുണ്ടായത് എങ്ങനെ? അടുത്ത് പറയുന്നു സ്റ്റേറ്റ് എന്ന പദം ഉണ്ടായത് എങ്ങനെയെന്ന് പറഞ്ഞു. നിക്കോളാസ് മാക്കിയവെല്ലിയാണ് ആധുനിക അർത്ഥത്തിൽ സ്റ്റേറ്റ് എന്ന പദം ഉപയോഗിച്ചത്. സ്റ്റേറ്റ് എന്ന പദം എവിടെ നിന്ന് വന്നു? ട്യൂട്ടോണുകൾക്കിടയിൽ. എവിടെ? ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ട്യൂട്ടോൺ വർഗ്ഗക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന പദത്തിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന പദം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായി വന്നത്. ഓക്കെ അല്ലേ?
ഇവിടെ ഒരു ഭൂപടമുണ്ട്. ഭൂപടത്തിൽ 2 രാജ്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്? റഷ്യയും വത്തിക്കാൻ സിറ്റിയും. നേരത്തെ നമ്മൾ പറഞ്ഞു റഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമെന്ന് പറഞ്ഞു, വത്തിക്കാൻ സിറ്റിയാണ് ഏറ്റവും ചെറിയ രാജ്യവും. ഓക്കെ, റഷ്യ ഇത്രയും കിടക്കുകയാണ്. ഇത്രയും ഭൂപ്രദേശം റഷ്യക്കുണ്ട്. ഇത്രയും ഭൂപ്രദേശം റഷ്യക്കുണ്ട്. ഇവിടെ നോക്കിയേ, വത്തിക്കാൻ സിറ്റിക്ക് ഇതാ ഒരു പൊട്ടിൻ്റെ അത്രേ ഉള്ളൂ. പൊട്ടിൻ്റെ അത്ര പോലും ഇല്ല ഭൂപടത്തിൽ നോക്കിയാൽ. അപ്പോൾ അത്രയും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒരു രാഷ്ട്രമാണ്, ഇതും ഒരു രാഷ്ട്രമാണ്. ആ ഭൂപ്രദേശത്തിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ ജനസംഖ്യയുടെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ആ ഭൂപ്രദേശത്തിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഇത്രയും റഷ്യ ആണെങ്കിൽ വത്തിക്കാൻ സിറ്റി ഇതാ ഇത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഭൂപ്രദേശത്തിൻ്റെ ഒരു കണ്ടീഷനും പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു രാഷ്ട്രത്തിൻ്റെ 4 ഘടകങ്ങൾ പറഞ്ഞു: ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം. അതിൽ ജനസംഖ്യ എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും? പ്രദേശത്ത് അല്ലെങ്കിൽ ഭൂപ്രദേശത്തെ പറ്റിയായിരിക്കും. നോക്കിക്കോ, ഭൂപ്രദേശം, ടെറിട്ടറി എങ്ങനെ രാഷ്ട്രത്തിൻ്റെ ഘടകമാവുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നതാണ്. ദക്ഷിണ സുഡാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദക്ഷിണ സുഡാൻ ഇവിടെ കാണുന്നുണ്ട്. ചുമന്ന നിറത്തിൽ നിങ്ങൾ കാണാൻ പറ്റും. ദക്ഷിണ സുഡാൻ ഇവിടെ കാണുന്നുണ്ട്. ദക്ഷിണ സുഡാൻ ഇവിടെ കറക്റ്റ് മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദക്ഷിണ സുഡാൻ കറക്റ്റ് മാപ്പുണ്ട്. ദക്ഷിണ സുഡാന്റെ സെൻട്രലിൽ കൂടെ ഒരു നീല നദി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഏതാണത്? നൈൽ നദിയാണ് അല്ലേ? നൈൽ നദിയാണ്. ഇവിടെ നോക്കിയ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ഭൂഖണ്ഡത്തിലാണ്? ഈ ഭൂഖണ്ഡത്തിന്റെ പേരെന്താണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ്. ഏതാണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ മറ്റൊരു പേരെന്താണ്? കറുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ദക്ഷിണ സുഡാൻ ഉള്ളത് അല്ലേ? ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ് എന്ത്? വലിപ്പത്തിലും ജനസംഖ്യയിലും 2ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം. അപ്പോൾ എന്താണ് ഇത്? കറുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. ആ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ്, രാഷ്ട്രമാണെന്ത്? ദക്ഷിണ സുഡാൻ. ദക്ഷിണ സുഡാനിൽ കൂടെ ഒഴുകുന്ന നദി ഏതാ? മുറിച്ചുകൊണ്ട് 2ആയിട്ട് മുറിച്ചുകൊണ്ട് ഒഴുകുന്ന നദിയാണ് നൈൽ നദി. ഇവിടെ ഉണ്ട് ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്കയാണെന്ന് പറഞ്ഞു. ആഫ്രിക്കൻ ഭൂഖണ്ഡം. ആഫ്രിക്കൻ ഭൂഖണ്ഡം. അടുത്ത ദിവസം ഏത് നദിയാണ് ഈ രാജ്യത്ത് ജലസമൃദ്ധമാക്കുന്നത്? നമ്മൾ പറഞ്ഞു ഏതാണ്? നൈൽ നദിയാണ് അല്ലേ? ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ നദിയാണെന്നും പറഞ്ഞു. ഇവിടെ നോക്കി, ദക്ഷിണ സുഡാന്റെ അതിർത്തി രാജ്യങ്ങൾ കണ്ടെത്തി എഴുതും. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്, സുഡാൻ ഉണ്ട്, എത്യോപ്യ ഉണ്ട്, കെനിയ ഉണ്ട്, ഉഗാണ്ട ഉണ്ട്, കോങ്കോ ഉണ്ട്. ഇതെല്ലാം എന്താണ്? സുഡാന്റെ അതിർത്തി രാജ്യങ്ങളാണ്. ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചത് കൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ഇനി വരുന്ന എക്സാമിന് എന്ത് ചെയ്യാം? ചോദിക്കാം. അപ്പോൾ അതെന്തായാലും പഠിച്ചു വയ്ക്കുക. സുഡാന്റെ അതിർത്തി രാജ്യങ്ങൾ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തത് കൊണ്ട് തന്നെ ഇനി വരുന്ന എക്സാമിനും ചോദിക്കാം. അപ്പോൾ അതാ നോക്കിയോ, ബാക്കി കൊടുത്തിട്ടുണ്ട്. ദക്ഷിണ സുഡാന്റെ അതിർത്തി രാജ്യങ്ങൾ കണ്ടെത്തി എഴുതാൻ നമ്മൾ പറഞ്ഞു. നോക്കിയേ, വടക്ക് ഏത് രാജ്യം നിൽക്കുന്നു? വടക്ക് ഒന്നുമില്ല. തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അപ്പോൾ നോക്കി പറയാൻ പറ്റും. വടക്ക് ഏത് രാജ്യമാണുള്ളത്? സുഡാനാണ്. പോവാം, സുഡാനാണ്. അടുത്ത് ചോദിക്കുന്നു തെക്ക്. തെക്ക് ഏതാണ്? തെക്ക് ഉഗാണ്ട ഉണ്ട്, കോങ്കോ ഉണ്ട്. തെക്ക് പടിഞ്ഞാറായിട്ടാണ് കോങ്കോ നടക്കുന്നത്. തെക്ക് എന്ന് വെച്ചാൽ ഏതാണ്? ഉഗാണ്ടയാണ്. അടുത്ത് ചോദിക്കുന്നത് കിഴക്ക് ഏതാണ്? കിഴക്ക് ഏതാണ്? എത്യോപ്യയാണ്. പടിഞ്ഞാറ് ഏതാണ്? മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കാണ് അല്ലേ? മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ്? ഭൂപ്രദേശത്തിൻ്റെ ബേസിൽ സുഡാനെ പറ്റി പറഞ്ഞു. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ഇനി വരുന്ന എക്സാമിന് ചോദിക്കാം. ഇത് വിട്ട് കളയരുത്. ചിലപ്പോൾ ചോദിക്കാം, പറയത്തില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രവചിക്കാൻ പറ്റില്ല. അടുത്ത നോക്കിയേ, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാൻ. സുഡാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ദക്ഷിണ സുഡാൻ എന്ന രാജ്യം രൂപീകരിച്ചു. എങ്ങനെയാണ്? ഏറ്റവും വലിയ രാജ്യമായ സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട 10 തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് സുഡാൻ. ദക്ഷിണ സുഡാൻ എന്ന് പറയുന്ന രാജ്യം. സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട 10 തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ദക്ഷിണ സുഡാനെ പോലെ ഏതൊരു രാഷ്ട്രം രൂപീകരിക്കുന്നത് കൃത്യമായ ഭൂപ്രദേശം ആവശ്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഭൂപ്രദേശത്തിന്റെ ബേസിലാണ് ഇത് രാഷ്ട്രം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തെന്നു? ദക്ഷിണ സുഡാൻ ഒരു രാഷ്ട്രമായി മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഒരു കൃത്യമായ ഭൂപ്രദേശം ആവശ്യമായിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്.
ഇവിടെ നോക്കി, ഇവിടെ പറയുന്നുണ്ട് രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവുമായി നിർവചിക്കപ്പെട്ട ഒരു ഭൂപ്രദേശം അനിവാര്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു രാഷ്ട്രം ഉണ്ടാവണമെങ്കിൽ നേരത്തെ പറഞ്ഞു ജനസംഖ്യ വേണം, ഇപ്പൊ പറയുന്നത് ഭൂപ്രദേശം വേണം. എങ്ങനെ? കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു ഭൂപ്രദേശം അനിവാര്യമാണ്. നിർവചിക്കപ്പെട്ട എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ അളവാണോ? അല്ല, അവിടെ എന്താണ്? ഒരു ബോർഡർ ഉണ്ടായിരിക്കണം. ഇത്ര ഭാഗം ഇന്ന രാഷ്ട്രത്തിനുള്ളതാണ് അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിനുള്ളതാണെന്ന് പറയാൻ പറ്റണം. അതിൽ വലിപ്പത്തിന്റെ കാര്യം പറയുന്നില്ല, ചെറുതായാലും വലുതായാലും അതിനെന്തായാലും കൃത്യമായ ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം അല്ലെ. രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവുമായി നിർവചിക്കപ്പെട്ട ഒരു ഭൂപ്രദേശം വേണം. എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? ജനസംഖ്യ വേണമെന്ന് പറഞ്ഞു, അതിനും എന്തില്ല? ഒരു കൃത്യമായിട്ടുള്ള എണ്ണം പറഞ്ഞിട്ടില്ല, എത്രയോ ആവാം. ഓക്കെ, ഒന്നായാലും രണ്ടായാലും അവിടെ എന്തുണ്ടായിരിക്കണം? ജനസംഖ്യ ഉണ്ടായിരിക്കണം. ഓക്കെ, അതേപോലെ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു ഭൂപ്രദേശം ഉണ്ടായിരിക്കണം. എങ്ങനെ? കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു ഭൂപ്രദേശം ഉണ്ടായിരിക്കണം. അതിൻ്റെ വിസ്തൃതി എത്രയെന്ന് പറയുന്നുണ്ടോ? ഇല്ല, വിസ്തൃതി എത്രയോ ആവാം. ഓക്കെ, കൂടാതെ പറയുന്നുണ്ട് എന്ത്? കര, ജലം, വായു, തീരദേശങ്ങൾ, ഈ മേഖലകളെല്ലാം തന്നെ എന്തായിരിക്കും? അതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നവരായിരിക്കും. അപ്പോൾ ഒരു രാഷ്ട്രം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിനകത്തുള്ള കര, ജലം, വായു, തീരദേശ മേഖലകൾ എല്ലാം എന്ത് ചെയ്യണം? ആ രാഷ്ട്രത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ ആധുനിക രാഷ്ട്രങ്ങൾ പൊതുവെ ഭൂവിസ്തൃതിയിൽ മുന്നിലായിരിക്കും എന്നാണ് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആധുനിക രാഷ്ട്രങ്ങൾ പൊതുവെ ഭൂവിസ്തൃതിയിൽ എന്തായിരിക്കും? മുന്നിൽ നിൽക്കുന്നവയാണെന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആധുനിക രാഷ്ട്രങ്ങൾ എങ്ങനെയാണ്? ഭൂവിസ്തൃതിയിൽ മുന്നിട്ട് നിൽക്കുന്നവയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഭൂപ്രദേശം എന്താണെന്നും ജനസംഖ്യ എങ്ങനെയാണ്, അപ്പോൾ ജനസംഖ്യ എങ്ങനെയാണ്, ഭൂപ്രദേശം എങ്ങനെയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകമാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത സ്ലൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത് പറയുന്നു ഗവൺമെൻറ്. എങ്ങനെയാണ് ഗവൺമെൻറ് ഒരു രാഷ്ട്രത്തിൻ്റെ ഘടകമാകുന്നു എന്ന് പറയാം. ഇവിടെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാം ഗവൺമെൻറ്റും രാഷ്ട്രവും തമ്മിൽ. ഓക്കെ, എങ്ങനെയാണ് ഗവൺമെൻറ്റും രാഷ്ട്രവും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിയേ, ഗവൺമെൻറ് എങ്ങനെയാണ്? അപ്പോൾ നോക്കിയേ, അപ്പോൾ ഗവൺമെൻറ് എങ്ങനെയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകമാകുന്നത്? അപ്പോൾ ഗവൺമെൻറ് എങ്ങനെയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകമായിട്ട് മാറുന്നത്? അപ്പോൾ രാഷ്ട്രത്തിൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. ഇവിടെ നോക്കിയേ, ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്ക് നിത്യജീവിതത്തിൽ അറിയാവുന്ന കാര്യമാണ്, കാണാതെ പഠിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമില്ല, നിത്യജീവിതത്തിൽ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ആർക്ക്? ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സർക്കാരിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ജനങ്ങളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ്? ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക ഭൂപ്രദേശം രാഷ്ട്രമായി മാറണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഒരു ചെറിയ ദ്വീപ് എടുക്കുകയാണ്, ഒരു വലിയ സമുദ്രത്തിന് ചുറ്റും അപ്പോൾ ഒരു വലിയ സമുദ്രത്തിന് നടുവിൽ എന്ത് ചെയ്യണം? ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ എന്ത് ചെയ്യുന്നു? ജനങ്ങൾ അധിവസിക്കുന്നുണ്ട്. അവിടെ കൃത്യമായ ഭൂപ്രദേശമുണ്ട്. ആ ഭൂപ്രദേശത്തോട്ട് ആരും കടക്കുന്നില്ല. ആ കറക്റ്റ് നിജപ്പെടുത്തി, അപ്പോൾ ആ കൃത്യമായിട്ടുള്ള ബൗണ്ടറി ഉള്ള ആ ഭൂപ്രദേശത്തിൽ ജനങ്ങൾ കഴിയുന്നുണ്ട്, ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു രാഷ്ട്രമായിട്ട് മാറുമോ? ഇല്ല. അവിടെ എന്ത് വേണം? ഒരു ഗവൺമെൻറ് വേണം. ആ ജനങ്ങളെ നിയന്ത്രിക്കാനും ജനങ്ങളുടെ താല്പര്യങ്ങൾ ഏകോപിപ്പിക്കാനും ഒരു ഗവൺമെൻറ് അവിടെ അത്യാവശ്യമാണ്. എന്നാലേ ആ ഭൂപ്രദേശം എന്തായിട്ട് മാറുള്ളൂ? ഒരു രാഷ്ട്രമായിട്ട് മാറുള്ളൂ. ഇവിടെ നോക്കിയേ, ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതും, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഒരു രാഷ്ട്രത്തിന് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നത് ആരാണ്? ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാരാണ്. അല്ലെങ്കിൽ ആ സർക്കാരിന് അതിനൊരു വലിയ പങ്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങളും രാഷ്ട്രവും തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് ഏജൻസി ആയിട്ട് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക ഭൂപ്രദേശം രാഷ്ട്രമായി മാറുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് വേണം? അവിടുത്തെ വിഭവങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഗവൺമെൻറ് ഒരു സംവിധാനം അനിവാര്യമാണ്. അപ്പോൾ അവിടുത്തെ വിഭവങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഗവൺമെൻറ് എന്നൊരു സംവിധാനം അവിടെ ആവശ്യമാണ് അല്ലേ. അവിടെ ഏകോപിപ്പിക്കാനും അതിനെല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു സിസ്റ്റം ആവശ്യമാണ്. അതാണെന്ത്? ഗവൺമെൻറ്. അപ്പോൾ ഒരു രാഷ്ട്രം, ഒരു സ്ഥിര സ്ഥാപനവും ഗവൺമെൻറ് എന്ത് ചെയ്യാണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലാണെങ്കിൽ 5 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എന്താണ്? അപ്പോൾ രാഷ്ട്രത്തിന് കാലാവധി ഉണ്ടോ? രാഷ്ട്രത്തിന് കാലാവധിയില്ല. അതൊരു സ്ഥിര സ്ഥാപനമാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ്? ഗവൺമെൻറ് എന്ത് ചെയ്യണം? മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്? ജനങ്ങളുടെ താല്പര്യത്തിന്
ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓരോ 5 വർഷക്കാലം കൂടുന്തോറും എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെന്ത് പറയുന്നു, രാഷ്ട്രത്തിന് നയങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഒരു ഏജൻസിയാണ് എന്ത്, ഗവൺമെന്റ് അല്ലേ. ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, നിയമങ്ങൾ നിർമ്മിക്കുന്നു. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ നയങ്ങൾ രൂപീകരിക്കപ്പെടുന്നതും ആ നയങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ അതെങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിനുമുള്ളൊരു ഏജൻസി ആയിട്ടാണ് ആര്, ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ നോക്കിയേ, ക്രമസമാധാനം നിത്യജീവിതത്തിൽ കാണുന്നതാണ്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, അങ്ങ് പഠിച്ചാൽ മതി, അങ്ങ് വായിച്ചു ഇവിടെ നോക്കിയേ, ക്രമസമാധാനം, നിയമവാഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം. ഇതെല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നതാണ്. വായിച്ചു നോക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും, എന്നിട്ട് പഠിച്ചാൽ മതി. ഇതെല്ലാം ഗവൺമെന്റിന്റെ ഭാഗമാണ്, കാര്യം കഴിഞ്ഞു. ഇതെല്ലാം ഒരാളെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഓക്കെ, എന്നാലും കേട്ടോ, എന്താണ് ക്രമസമാധാനം, നിയമവാഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്, ഗവൺമെന്റ് ആണ്. ഓക്കെ, ആ പോയിന്റ് ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് രാഷ്ട്രം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ അല്ലേ. അപ്പോൾ ഗവൺമെന്റ് എങ്ങനെയാണ് രാഷ്ട്രത്തിന്റെ ഭാഗമാകുന്നത്, രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ഒരു ഏജൻസിയാണ്, രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് ഏജൻസിയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തെ ജനങ്ങളെ അപ്പോൾ ഒരു ഭൂപ്രദേശത്തെ ജനങ്ങൾ, അവിടുത്തെ വിഭവങ്ങൾ, ഇതിനെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം വേണം. ആ സിസ്റ്റത്തെയാണ് ഗവൺമെന്റ് എന്ന് വിളിക്കുന്നത്. ആ ഗവൺമെന്റ് എന്താണ്, ഒരു സ്ഥിരമായ സ്ഥാപനമാണോ? അല്ല, അത് മാറിക്കൊണ്ടിരിക്കും. ഇന്ത്യയിലാണെങ്കിൽ 5 വർഷം കൂടുമ്പോൾ, അമേരിക്കയിലാണെങ്കിൽ 4 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും, ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പം പക്ഷേ എന്ത് ചെയ്യുന്നില്ല, രാഷ്ട്രം മാറുന്നില്ല എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പം ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, അപ്പം ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെന്റ് എന്തൊക്കെ പങ്കുവയ്ക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ രാഷ്ട്രം എങ്ങനെ രൂപീകരിക്കുന്നതിൽ 4 ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുന്നു, ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം. അപ്പം ഈ ഗവൺമെന്റ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം എങ്ങനെയാണ് ഒരു രാഷ്ട്ര രൂപീകരണത്തിന് ഘടകമാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നു. അടുത്ത് നോക്കിയേ, ഒരു ഗവൺമെന്റിന്റെ പ്രധാന ചുമതലകൾ. ഓക്കെ, ഇവിടെ നോക്കിയേ, ഗവൺമെന്റിന്റെ പ്രധാന ചുമതലകൾ ഉൾപ്പെടുത്തി തന്നിട്ടുള്ള ആശയപടം പൂർത്തിയാക്കുക. ഇവിടെ നോക്കിയേ, ഗവൺമെന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് പറയാം, എന്താണ്, സേവനങ്ങൾ ആര്, ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് നൽകുന്നതാണ് അല്ലേ. നേരത്തെ നമ്മൾ പഠിച്ചു എന്തൊക്കെയാണ്, വൈദ്യുതി. അപ്പം നേരത്തെ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ്, വൈദ്യുതി, ആരോഗ്യം, കുടിവെള്ളം, റെയിൽവേ, റോഡ്, ഗതാഗതം. ഇതെല്ലാം ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി. അപ്പം അതൊരു പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാനാണ് സേവനം, പൊതുസേവനം. ഇതൊരു ഗവൺമെന്റിന്റെ ഒരു ചുമതലയാണ് ജനങ്ങളോടുള്ള. അത് എന്തൊക്കെ ഉൾപ്പെടുന്നു പറഞ്ഞു. എന്തൊക്കെയാണ്, വിദ്യാഭ്യാസം, ഗതാഗതം, ആരോഗ്യം, എല്ലാം അതിൽ ഉൾപ്പെടുന്ന പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പം അടുത്ത പോയിന്റ് എന്ന് പറയാം, സാമ്പത്തിക വികസനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, അവിടെ എന്തുണ്ടാവണം, എല്ലാവരെയും കയ്യിൽ പൈസ വേണം. പൈസ വേണമെങ്കിൽ എന്ത് വേണം, തൊഴിൽ വേണം അല്ലേ. എല്ലാ പൗരന്മാർക്കും തൊഴിൽ വേണം. ആ തൊഴിലുണ്ടാക്കാനുള്ള അവസരങ്ങൾ ആരുണ്ടാക്കി കൊടുക്കണം, ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, ഇതെല്ലാം എന്താണ്, ഗവൺമെന്റിന്റെ ചുമതലയാണ്. അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സ്ഥിരത ഉണ്ടാവാൻ എന്ത് വേണം, പണം വേണം. പണത്തിന് തൊഴിൽ വേണം. ആ തൊഴിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരുടെ ചുമതല, ഗവൺമെന്റിന്റെ ചുമതലയാണ്. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് പഠിച്ചു, പൊതുസേവനം, സാമ്പത്തിക വികസനം. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയാം, സാമൂഹ്യ നീതി. അതായത് ഞാൻ എന്നൊരു സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെല്ലുകയാണ്. ഓക്കെ, എക്സാമ്പിൾ, നിങ്ങളൊരു കവലയിലോട്ട് ഇറങ്ങിച്ചെല്ലുന്നു. അവിടെ നിങ്ങളൊരു കടയിൽ കയറുന്നു. ആ കടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു പക്ഷാഭേദം ഉണ്ടാക്കി വയ്ക്കുകയാണ്. അവിടെ നിങ്ങൾക്കൊരു പക്ഷാഭേദമുണ്ട്, നിങ്ങൾക്ക് സാധനം തരുന്നില്ല. ബാക്കി എല്ലാവർക്കും സാധനം കൊടുത്തിട്ടേ നിങ്ങൾക്ക് സാധനം തരുള്ളൂ. ആ ക്യൂവിനനുസരിച്ച് നിങ്ങൾ സാധനം കിട്ടുന്നില്ല. അവിടെ സാമൂഹ്യ നീതി ആര് ഉറപ്പുവരുത്തണം, സർക്കാർ ഉറപ്പുവരുത്തണം. അതായത് എല്ലാവർക്കും തുല്യ നീതി, അതാണ് സാമൂഹ്യ നീതി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ആ പോയിന്റ് ഓക്കെ ആണോ. അപ്പോൾ എന്ത് പറഞ്ഞു, പൊതുസേവനം, സാമ്പത്തിക വികസനം, സാമൂഹ്യ നീതി. ഓക്കെ, കട്ടെ. അടുത്ത പോയിന്റ് എന്ന് പറയാം, പൗരന്മാരുടെ ക്ഷേമം. ഓക്കെ, പൗരന്മാരാരാണ്, നമ്മൾ തന്നെയാണ്. നമുക്ക് വേണ്ടിയുള്ള ക്ഷേമം എന്തൊക്കെയായിരിക്കും, ഓരോ പദ്ധതികൾ നമുക്കറിയാം, ആശാകിരണം, ശലഭം, ഇങ്ങനെയുള്ള പദ്ധതികൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്, നമുക്ക് വേണ്ടി ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് രൂപീകരിക്കുന്ന പദ്ധതികളാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങളാണ് അല്ലേ. ദുരിതാശ്വാസ ക്യാമ്പുകൾ, ഇതെല്ലാം എന്താണ്, ഗവൺമെന്റ് പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി ഉറപ്പാക്കുന്ന സേവനങ്ങളാണ്.
ഇതെല്ലാം അവരുടെ ചുമതല കൂടി ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? പൊതുസേവനം, സാമ്പത്തിക വികസനം, സാമൂഹ്യ നീതി, പൗരന്മാർക്ക് വേണ്ടിയുള്ള ക്ഷേമം. കട്ടെ. അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് എന്ത് പറയാം? പ്രകൃതി സംരക്ഷണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പ്രകൃതി സംരക്ഷണം, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണെന്ന് മനസ്സിലാക്കണം അല്ലേ? അടുത്ത പോയിന്റ് എന്ന് പറയാം, ഇവിടെ ഭരണപരമായ കാര്യക്ഷമത. അത് പറഞ്ഞൂടെ? ഗവൺമെന്റ് ചുമതലയാണ് ഭരണപരമായ കാര്യക്ഷമത. ഭരണകാര്യങ്ങളിൽ എന്ത് ചെയ്യുക? കൃത്യതയും വ്യക്തതയും കൊണ്ടുവരിക അല്ലേ? ഒരു അഴിമതി രഹിത ഒരു ഭരണം കൊണ്ടുവരിക എന്നുള്ളത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയാം, വികസന പദ്ധതികൾ. ഗവൺമെന്റ് രാജ്യത്തിന് വേണ്ടി നടത്തുന്ന എല്ലാ വികസന പദ്ധതികളും എന്താണ്? ഗവൺമെന്റിന്റെ ചുമതലയിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ? അപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു രാജ്യത്തെ എങ്ങനെ വികസിപ്പിക്കുന്നു? അതെങ്ങനെയാണ്? വികസന പ്രവർത്തനങ്ങളോടെയാണ്. മികച്ച റോഡുകളും മികച്ച ഗതാഗത സൗകര്യങ്ങളും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തി വികസനം ഉണ്ടാക്കുന്നതിലൂടെയാണ് എന്ത്? രാഷ്ട്രത്തിന്റെ വികസനം ഉണ്ടാകുന്നത്. അതെല്ലാം ആരുടെ ചുമതലയാണ്? ഗവൺമെന്റിന്റെ ചുമതലയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി. ഏതൊക്കെയാണ്? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്. ഇതെല്ലാം എങ്ങനെ എന്ത് ഒരു രാഷ്ട്ര രൂപീകരണത്തിന് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഏതൊക്കെ? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്. ഇതെല്ലാം എങ്ങനെ രാഷ്ട്ര രൂപീകരണത്തിന് സഹായമാകുന്നു അല്ലെങ്കിൽ എങ്ങനെ ഘടകമാകുന്നു എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു. ഏതാണ്? ലാസ്റ്റ് പോയിന്റ്. 4 ഘടകമുണ്ട്. 4ാമത്തെ പോയിന്റാണ് പരമാധികാരം. പരമാധികാരം എങ്ങനെ രാഷ്ട്രത്തിന്റെ ഘടക രൂപീകരണത്തിന് കാരണമാകുന്നു? ഓക്കെ, നോക്കി ഇവിടെ പരമാധികാരം 4 വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആഭ്യന്തര കലാപം പരിഹരിച്ചു, ശ്രീലങ്ക ജനാധിപത്യത്തിലേക്ക്. യുദ്ധഭീതി, വിദേശത്തുള്ള വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യ. അടുത്ത് പറയുന്നു, ഇന്ത്യയും ചൈനയും പുതിയ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. വയോജനക്ഷേമം, നിയമങ്ങൾ കർശനമാക്കി നടപ്പിലാക്കാൻ ഒരുങ്ങി ഫ്രാൻസ്. ഓക്കെ, ഇവിടെ ഓരോ തീരുമാനങ്ങൾ നമുക്ക് കാണാം അല്ലേ? ആഭ്യന്തര കലാപം പരിഹരിച്ച് ശ്രീലങ്ക ജനാധിപത്യത്തിലേക്ക് എത്തിച്ചേർന്നു. ഇന്ത്യയും ചൈനയും തമ്മിൽ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. ഇതെല്ലാം ഓരോ രാജ്യങ്ങൾ വ്യക്തമായിട്ട് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളാണ്. ഈ തീരുമാനങ്ങളിൽ എന്തില്ല? ബാഹ്യ ഇടപെടലുകൾ ഇല്ല. ഇന്ത്യ ഒരു തീരുമാനം എടുക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ ഒരു നിയമം പാസ്സാക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇന്ത്യ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അപ്പോൾ നമുക്കറിയാം ഇന്ത്യ UNOയിലും ബ്രിക്സിലും ഒക്കെ അംഗമാണെന്നറിയാം അല്ലേ? അതിൽ എല്ലാ രാജ്യങ്ങളും ഉണ്ടെന്നും അറിയാം. പക്ഷേ അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രം ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇതിൽ അംഗമായത് കൊണ്ട് ഈ UNOയിലും ബ്രിക്സിലും ഒക്കെ അപ്പോൾ ഈ UNOയിലും ബ്രിക്സിലും ഒക്കെ അംഗമായത് കൊണ്ട് അവരുടെ അഭിപ്രായം തേടണം, അവർ പറയണം, അവർ ഓക്കെ പറഞ്ഞാൽ ഇവിടെ ഈ നിയമം പാസ്സാക്കൂ എന്ന് പറയുന്നത് പരമാധികാരം അല്ല എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്? സ്വതന്ത്രമായ തീരുമാനമെടുക്കണം. ഒരു രാഷ്ട്രം തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയ ക്ഷേമത്തിന് ഒരു രാഷ്ട്രം അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അല്ല ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്തുണ്ടാവാൻ പാടില്ല? ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇന്ത്യ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ എന്തുണ്ടാവാൻ പാടില്ല? ഒരു ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അതെന്ത്? പരമാധികാരം ഇല്ല എന്നതിന് തുല്യമാണ്. അപ്പോൾ പരമാധികാരം എന്താണെന്ന് മനസ്സിലാക്കി. എന്താണ് പരമാധികാരം? ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്ത്? സ്വതന്ത്രമായിട്ട് ആരെയും പേടിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ കഴിയണം. അതാണ് പരമാധികാരം, പരമമായ അധികാരം. കാര്യം മനസ്സിലായോ? ഓക്കെ, കാര്യത്തിലോട്ട് പോവാം. ഓക്കെ, കാര്യം മനസ്സിലായോ? അതിൽ കട്ടിയാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഓരോ വാർത്തയിലും എന്താണ്? രാജ്യങ്ങൾ അവരുടെ അധികാരം വിനിയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ എന്ത് ചെയ്യുന്നു? തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ പരമമായ അധികാരമാണ് പരമാധികാരം. കാര്യം മനസ്സിലായി കഴിഞ്ഞു നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ രാഷ്ട്രത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ് എന്ത്? പരമാധികാരം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികപരമായ ഒരു തീരുമാനം എടുക്കുന്നതിൽ പരമാധികാരത്തിന് വലിയൊരു പങ്കുണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു പരമാധികാരം വിനിയോഗിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു നിയമം നിർമ്മിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും എന്താണ്? പരമാധികാരത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ രാഷ്ട്രം അതിൻ്റെ പരമാധികാരം വിനിയോഗിക്കപ്പെടുകയാണ്. ഓക്കെ, അങ്ങനെ വിനിയോഗിക്കുമ്പോൾ അപ്പോൾ രാഷ്ട്രം തൻ്റെ പരമാധികാരം വിനിയോഗിക്കപ്പെടുന്നത് ആരിലൂടെയാണെന്ന് മനസ്സിലാക്കണം. അത് നേരത്തെ പഠിച്ച് ഗവൺമെൻറ്റിലൂടെയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഒരു രാഷ്ട്രം തൻ്റെ പരമാധികാരം ഉപയോഗിച്ച് ഒരു തീരുമാനം എടുക്കുന്നത് ആരിലൂടെ? ഗവൺമെൻറ്റിലൂടെ. ഓക്കെ, അപ്പോൾ ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെൻറ് എന്നിവയും. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ്? ഒരു രാഷ്ട്ര രൂപീകരണത്തിന് എന്തൊക്കെ വേണം? ജനങ്ങൾ, പ്രദേശം
ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പിന്നെന്താ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പരമാധികാരം. അപ്പം ഈ നാലും ഇല്ലെങ്കിൽ എന്തില്ല, രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഈ 4 പോയിന്റും വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്ന് പറയണം. വ്യക്തമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, 6ാം ക്ലാസ്സാണ്. 6ാം ക്ലാസ്സിലെ പോയിന്റ് മാത്രമാണ് പറഞ്ഞത്. അതായത് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു സാധാരണ മനുഷ്യന് ഇത് കേട്ടിരുന്നാൽ കാര്യങ്ങൾ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. രാഷ്ട്രവും ഗവൺമെൻറ്റും എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി വർത്തിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ രാഷ്ട്രത്തോട് എങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം ഇവിടെ DPSP അതൊക്കെ അപ്പോൾ അതെല്ലാം തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആരായിരിക്കും? ഒരു രാഷ്ട്രമായിരിക്കും. ഇന്ത്യയിലാണെങ്കിൽ മൗലികാവകാശങ്ങൾ വഴിയും മാർഗനിർദ്ദേശ തത്വങ്ങൾ വഴിയുമൊക്കെയാണ് നമ്മളിത് പാലിക്കപ്പെടുന്നത്, അല്ലേ? ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ ബേസിലാണ് രൂപീകരിച്ചതെന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു രാഷ്ട്രം ഉണ്ടായതിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് വിശദമായിട്ട് അപ്പോൾ ഒരു രാഷ്ട്രം ഉണ്ടായത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു തിയറി വേണം, അല്ലേ? ആ തിയറി എങ്ങനെയാണ്, അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതും 6ാം ക്ലാസ്സിലെ പോയിന്റാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ 3 സിദ്ധാന്തങ്ങളുണ്ട്. ബലസിദ്ധാന്തം, സാമൂഹിക പരിണാമ സിദ്ധാന്തം, സാമൂഹിക ഉടമ്പടി അല്ലെങ്കിൽ കരാർ സിദ്ധാന്തം. ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഫോളോ ചെയ്തതുമായിട്ടുള്ള സിദ്ധാന്തമാണ് ഇത്, സാമൂഹിക ഉടമ്പടി അല്ലെങ്കിൽ കരാർ സിദ്ധാന്തം. അവിടെ പറയുന്നു രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രചാരം നേടിയതും എന്താണ്, പൊതുവെ അംഗീകരിക്കപ്പെട്ടതുമായ സാമൂഹിക പരിണാമ സിദ്ധാന്തമാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ഇതനുസരിച്ച് രാഷ്ട്രം നിർമ്മിക്കാം. അപ്പോൾ ഈ സിദ്ധാന്തം അനുസരിച്ച് പറയുന്നത് എന്താണ്? രാഷ്ട്രം ആരുടെയും നിർമ്മിതിയല്ല, രാഷ്ട്രം ഒരാളും നിർമ്മിച്ചതല്ല. അതെങ്ങനെ ഉയർന്നു വന്നു? ഇങ്ങനെയാണ്, ദീർഘകാലയളവിൽ നിരവധി ഘടകങ്ങൾ പ്രവർത്തിച്ചു. ആ ഘടകങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആ നിരവധി ഘടകങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതെന്നും വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതും പഠിച്ചു വയ്ക്കുക. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തം അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായി സിദ്ധാന്തം എന്ന് വെച്ചാൽ കരാർ സിദ്ധാന്തം അല്ലെങ്കിൽ സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? അപ്പോൾ രാഷ്ട്ര രൂപീകരണം എങ്ങനെ നടക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സിദ്ധാന്തം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നോക്കാം. അടുത്ത ഗോത്ര രാഷ്ട്രത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രത്തിലേക്ക് പണ്ട് മുതൽ, അതായത് എന്താണ് പഠിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് തുടങ്ങിയത് മനുഷ്യൻ എങ്ങനെ അപ്പോൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? പുരാതന രാഷ്ട്രങ്ങളിൽ നിന്ന് ആധുനിക രാഷ്ട്രങ്ങളിലേക്ക്, അതായത് എന്താണ്, പുരാതന രാഷ്ട്രങ്ങളിൽ നിന്ന് ആധുനിക രാഷ്ട്രം എങ്ങനെ രൂപപ്പെട്ടു എന്നാണ് പറയാൻ പോകുന്നത്. ആധുനിക രാഷ്ട്രങ്ങളുടെ സ്വഭാവം ആദ്യകാല രാഷ്ട്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ രാഷ്ട്രങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് വന്ന മാറ്റങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഗോത്ര രാഷ്ട്രങ്ങൾ PYQ ആണ്. ഗോത്ര രാഷ്ട്രങ്ങളെ പറ്റി ഒരു PYQ ഉണ്ടായിരുന്നു, ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഗോത്ര രാഷ്ട്രങ്ങൾ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത്, രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് അല്ലെങ്കിൽ പണ്ട് കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്നത് എവിടെയാണ്? ഗോത്ര കൂട്ടായ്മകളിലാണെന്ന് മനസ്സിലാക്കണം. അതെങ്ങനെയാണ്? അവിടെ ഓരോ വംശത്തിലുള്ള ജനനം, ഒരേ താല്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഇവയുടെ എല്ലാ സ്വാധീനം എവിടെ ഉണ്ടായിരുന്നു? രാഷ്ട്ര രൂപീകരണത്തിന്. ഇവരുടെ എല്ലാ സ്വാധീനം എന്തിലുണ്ടായിരുന്നു? ഗോത്ര രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി എന്ന് പഠിക്കുക. ഒരു ഗോത്രം ഒരു കാട്ടിനുള്ളിൽ ജീവിക്കുകയാണ്. അവിടെ കുറേ മനുഷ്യരുണ്ട്, അവരൊരു ഗോത്രത്തിൽ പിറന്നവരാണ്, അല്ലേ? അവിടെ എന്തായിരിക്കും? അവരുടെ എല്ലാ സ്വഭാവവും ഒരുപോലെ ആയിരിക്കും, അവരുടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഒരുപോലെ ആയിരിക്കും. അവരെന്തായിരിക്കും? ഒരേ വംശത്തിലായിരിക്കും ജനിക്കുന്നത്. അവർക്ക് എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ അവർക്കുള്ള താല്പര്യങ്ങളും ഒരേപോലെ ആയിരിക്കും, അവരുടെ പ്രവർത്തനങ്ങളും ഒരുപോലെ ആയിരിക്കും. അത് സാമ്പത്തികമായിട്ടായാലും സാമൂഹികമായ പ്രവർത്തനങ്ങളായാലും അല്ലെങ്കിൽ ഭക്ഷിക്കുന്നതായാലും ഇരതേടുന്നതെല്ലാം എന്തായിരിക്കും? ഒരേ രീതിയിലായിരിക്കും. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഗോത്ര രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് സ്വാധീനം ചെലുത്തി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഗോത്ര രാഷ്ട്രങ്ങളിൽ നിന്ന് ദേശരാഷ്ട്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ആധുനിക രാഷ്ട്രങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു? ഗോത്ര രാഷ്ട്രങ്ങളിൽ നിന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താണ്? ഒരേ താല്പര്യങ്ങൾ, ഒരേ വംശം, ഒരേ താല്പര്യങ്ങൾ, ഒരേ പ്രവർത്തനങ്ങൾ എന്നിവ എന്ത് ചെയ്യുന്നു? ഗോത്ര രാഷ്ട്രങ്ങൾ രൂപീകരണത്തിന് കാരണമായി. അപ്പോൾ അവിടെ ഒരു ഗോത്രം രൂപപ്പെടുകയാണ്, അല്ലേ? ഒരേ ഗോത്രത്തിൽ ജനിച്ച് വളർന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഒരേപോലെ ജീവിക്കുന്നു, ഒരേ വംശത്തിൽപ്പെട്ടവരെ കല്യാണം കഴിക്കുന്നു,
അപ്പോൾ ഒരേ വംശത്തിൽ പിറക്കുന്നു, അവർ ഒരേപോലെ കല്യാണം കഴിക്കുന്നു, വീണ്ടും അടുത്ത തലമുറ ആ സെയിം വംശത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ പൊതു താല്പര്യം അവിടെ ഉണ്ടായി വരികയാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നു അല്ലേ? അവിടെ എന്താകുന്നു? ഒരു മുപ്പൻ ഉണ്ടാകുന്നു അല്ലേ? ആ ഗോത്രങ്ങൾക്ക് ഒരു തലവൻ ഉണ്ടാകുന്നു, ആ തലവന് പരമാധികാരം കൊടുക്കുന്നു. അങ്ങനെയാണ് അവിടെ എന്തുണ്ടാകുന്നത്? ഒരു രാഷ്ട്രം ഉണ്ടാകുന്നത്. ഓക്കെ, ഇവിടെ നോക്കി അടുത്ത് പറയുന്നു പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ. അപ്പോൾ പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ, അതായത് ഇന്ന് നിലവിലുള്ള ആധുനിക രാഷ്ട്രങ്ങളില്ലേ, ആ രാഷ്ട്രങ്ങളോട് സമാനതകൾ ഉണ്ടായിരുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു പൗരസ്ത്യ ഭരണ സംവിധാനം എന്ന് മനസ്സിലാക്കുക. പൗരസ്ത്യ ഭരണ സംവിധാനം ഇന്ന് നിലവിലുള്ള അല്ലെങ്കിൽ ആധുനിക രാഷ്ട്രത്തോട് സമാനതകൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ചില സവിശേഷതകളിൽ പ്രകടിപ്പിച്ചിരുന്ന പൗരസ്ത്യ ഭരണ സംവിധാനമാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതായത് നദീതട സംസ്കാരങ്ങൾ. ഓക്കെ, പണ്ടത്തെ ഗോത്രങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാണ്? നദികളെ ആശ്രയിച്ച് അല്ലെങ്കിൽ കാടുകൾ, അല്ലെങ്കിൽ എന്താണ് ഭക്ഷണം ഉണ്ടാകുന്നു. ഭക്ഷണം എവിടെ നിന്ന് കിട്ടുന്നു അതിനനുസരിച്ചായിരിക്കും അവിടെ എന്തുണ്ടാകുന്ന ഓരോ സംസ്കാരങ്ങളും നഗരങ്ങളും ഒക്കെ ഉണ്ടാകുന്നതെന്ന് കൊച്ചിയിലെയുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നു നദീതട സംസ്കാര കേന്ദ്രങ്ങളായ ഏതൊക്കെ? മെസൊപ്പൊട്ടോമിയ, ഈജിപ്റ്റ്, ചൈന എന്നിവ ഉദാഹരണങ്ങളാണ്. എന്ത്? പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾക്ക് ഉദാഹരണം ഏതെന്ന് ചോദിക്കാം. HSSTക്ക് കണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് പറയാം? മെസൊപ്പൊട്ടോമിയ, ഈജിപ്റ്റ്, ചൈന ഇതിലെന്താണ്? നദീതട സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. ഇവ പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ച സംസ്കാര കേന്ദ്രങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതായത് നമ്മളിവിടെ പറഞ്ഞു എന്താണ്? നദികളെ ആശ്രയിച്ചാണ് നദീതട സംസ്കാരങ്ങളായ ഈ പറയുന്ന മെസൊപ്പൊട്ടോമിയ, ഈജിപ്റ്റ്, ചൈന എന്നിവ ഉണ്ടായതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു നദിയുണ്ട്. ആ നദിക്ക് എന്ത് ചെയ്യാം? ആ നദി ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? മനുഷ്യരുണ്ടാവും, ജീവികളുണ്ടാവും. അവർക്ക് ജീവിക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ അവിടെ അവിടെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അവിടെ ഒരു നാഗരിക ജീവിതം ഇവർ നയിച്ചിരുന്നു. ഏത് യുഗം? വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളായ ഈ പറയുന്ന സ്ഥലങ്ങളിൽ എന്താണ്? നാഗരിക ജീവിതമാണ് ഇവർ നയിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എവിടെയാണോ ജീവിക്കാനുള്ള സോഴ്സ് ഉള്ളത് ജനങ്ങൾ അങ്ങോട്ട് മാറും അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്ത്? പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിലും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കാം, പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ നിലനിന്നിരുന്നത് എവിടെയൊക്കെയാണ്? ഈജിപ്റ്റ്, ചൈന, മെസൊപ്പൊട്ടോമിയ തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. അതായത് വെങ്കല യുഗ സംസ്കാര കേന്ദ്രങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത് കൊടുക്കുന്നു ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഗ്രീക്ക് നഗരങ്ങളിൽ നിന്നാണ് എന്ത്? രാഷ്ട്രം ഉണ്ടായതെന്ന് പറഞ്ഞു. ഓക്കെ, രാഷ്ട്രം എന്ന ആശയം ഉണ്ടായതെന്ന് പറഞ്ഞു. നോക്കി ഇവിടെ ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്നതാണ് എന്ത്? ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞു. ഓക്കെ, അതായത് ഏതൻസ്, സ്പാർട്ട തുടങ്ങിയ ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും അധികം സമാനതകൾ പുലർത്തുന്ന നഗര രാഷ്ട്രങ്ങൾ എവിടെയാണ്? ഗ്രീക്കിലാണ്. അതായത് ഏതൊക്കെ? ഏതൻസ്, സ്പാർട്ട എന്നിവ എന്താണ്? ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 3 പോയിന്റും പറഞ്ഞു. ഇവിടെ അടുത്ത് പറയുന്നു റോമാ സാമ്രാജ്യം. അതായത് റോമാ സാമ്രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന ആ ഭരണ സംവിധാനം, നിയമ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എന്താണ്? ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ എന്നിവ എന്താണ്? ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ സമാനത പുലർത്തിയിരുന്നു എന്നും മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? ഭരണ സംവിധാനം, നിയമം, അടിസ്ഥാന സൗകര്യങ്ങൾ. ഇതെല്ലാം ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ സമാനത പുലർത്തിയിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഗോത്ര രാഷ്ട്രങ്ങൾ, പൗരസ്ത്യ ഭരണരീതി, ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ, പിന്നെ റോമ സാമ്രാജ്യം. ഓക്കെ, അടുത്ത് നോക്കിയേ. അടുത്ത ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ നമ്മൾ കേട്ട് കാണും. ഫ്യൂഡൽ നയം എന്നൊക്കെ കേട്ട് കാണും. എന്താണ് ഫ്യൂഡൽ നയം? റോമ സാമ്രാജ്യത്തിലാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. എന്താണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ? ഇവിടെ റോമ സാമ്രാജ്യം പറഞ്ഞു എന്താണ്? ഭരണ സംവിധാനത്തിലും നിയമത്തിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ഒക്കെ എന്താണ്? ആധുനിക രാഷ്ട്രത്തോട് ഏറെ സമാനതകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയേ, ഈ റോമ സാമ്രാജ്യം തകർന്നു. അതിനുശേഷം രൂപം കൊണ്ട രാഷ്ട്രമാണ് എന്ത്? ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. അതായത് ഫ്യൂഡലിസമാണ് അവിടെ നിലനിന്നിരുന്നത്. എന്താണ് ഫ്യൂഡലിസം? കേട്ടുകയാണ്. എന്താണ് ഫ്യൂഡലിസം? ഇവിടെ അടിമക്കച്ചവടം. അതായത് എന്താണ് ഫ്യൂഡലിസം? അത് നിങ്ങൾ കേട്ട് കാണും. അടിമക്കച്ചവടം പോലുള്ള നിരവധി മനുഷ്യരഹിതമായ പ്രവർത്തനങ്ങളാണ്. അല്ലെങ്കിൽ പ്രഭുക്കന്മാർക്ക് അനുകൂലമായി നിലനിന്നിരുന്ന ഒരു ഭരണ സംവിധാനമാണ്. അവിടെ മറ്റുള്ളവർക്ക് എന്താണ്? മനുഷ്യന് അവിടെ വില ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതാണ് അതാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കി ഫ്യൂഡലിസം എന്താണ്? ഈ രാഷ്ട്രങ്ങളുടെ പ്രധാന സവിശേഷത
ഇവിടെ ഫ്യൂഡലിസത്തിന്റെ സവിശേഷത എന്താണ്? ഇവിടെ രാജാവ്, പ്രഭുക്കൾ, കർഷകർ. രാജാവ്, പ്രഭു, കർഷകർ. ഫ്യൂഡലിസത്തിന്റെ സവിശേഷത എന്താണ്? അവിടെ എന്താണ്? രാജാവ്, പ്രഭു, കർഷകർ എന്നിങ്ങനെയാണ് ആ ഒരു അധികാര ശ്രേണി ഉള്ളത്. പക്ഷേ ഇവിടെ എന്താണ്? രാജാവിൻ്റെ അധികാരം എന്താണ്? പരിമിതമായിരുന്നു എന്ന് മനസ്സിലാക്കണം. രാജാവിൻ്റെ അധികാരം എന്തില്ല? വളരെ കുറവായിരുന്നു. രാജാവ് എന്ന പേര് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ അവിടെ അധികാരം ഏറ്റവും കൂടുതൽ ആർക്കായിരുന്നു? പ്രഭുക്കന്മാർക്കായിരുന്നു. പ്രഭുക്കന്മാരാണ് ഈ ഭൂമി എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. ഓക്കെ, പ്രഭുക്കന്മാരാർക്കായിരുന്നു അവിടെ എന്ത്? ഭരണ അധികാരം കൂടുതൽ. അതായത് ഈ കാണുന്ന എല്ലാ ഭൂപ്രദേശത്തിൻ്റെ ഉടമസ്ഥത പ്രഭുക്കന്മാരിലായിരുന്നു. നമ്മുടെ നാട്ടിലെ ജന്മികളെയൊക്കെ പോലെ പ്രഭുക്കന്മാർക്കായിരുന്നു അവിടെ എന്ത്? ഭരണാധികാരം കൂടുതൽ. അവരായിരുന്നു ഈ ഭൂവുടമസ്ഥർ എന്ന് പറയുന്നത്. അവിടെ ജീവിക്കുന്ന മനുഷ്യരെ കൊണ്ട് അല്ലെങ്കിൽ അതായത് അവരുടെ ഭൂമിയിൽ ജോലി ചെയ്യുന്ന മനുഷ്യരെ വളരെ അതായത് ഇവരുടെ ഭൂമിയിൽ ജോലി ചെയ്തിരുന്ന അടിമകളാണ്. മനുഷ്യരല്ലായിരുന്ന. അപ്പോൾ ഈ ഭൂപ്രഭുക്കന്മാരുടെ ഭൂമിയിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യരെ അടിമകളാക്കിക്കൊണ്ട് അവർക്ക് കൂലിയില്ലാതെ, ഭക്ഷണം ഇല്ലാതെ എന്ത് ചെയ്യുന്നു? ലാഭം മാത്രം മുന്നിൽ കൊണ്ട് ഭരണം നടത്തിയിരുന്ന ആൾക്കാരായിരുന്നു ഈ പ്രഭുക്കന്മാർ. ഓക്കെ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ എന്താണെന്ന് പറഞ്ഞു. അടുത്ത് പറയുന്നു ദേശരാഷ്ട്രങ്ങൾ. ഇന്ന് കാണുന്ന ദേശരാഷ്ട്രങ്ങൾ. ഓക്കെ, നോക്കിയേ, ദേശരാഷ്ട്രങ്ങൾ എവിടെ നിന്നാണ്? യൂറോപ്പിൽ നിന്നാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ പിറവിയെടുത്തത് എന്ന് മനസ്സിലാക്കണം. യൂറോപ്പിൽ നിന്നാണ്, അല്ലേ? അടുത്ത പറയുന്നത് നവോത്ഥാന കാലഘട്ടത്തിൽ എന്തൊക്കെ? യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയവ. ഇന്ന് കാണുന്ന യുക്തിചിന്ത, ശാസ്ത്രബോധം ഇതൊക്കെ എന്താണ്? എവിടെ നിന്നാണ്? യൂറോപ്പിൽ നിന്നാണ് ഉണ്ടായി വന്നത്, അല്ലേ? അപ്പോൾ പണ്ട് കാലത്ത് എന്തായിരുന്നു? ഈ യുക്തിചിന്ത ശാസ്ത്രബോധമൊന്നും ഇല്ലായിരുന്നു. അവിടെ എന്തായിരുന്നു? അപ്പോൾ യൂറോപ്പിലാണ് ഈ പറയുന്ന എന്ത്? യുക്തിചിന്തയും ശാസ്ത്രബോധമൊക്കെ ഉണ്ടാവുന്നത്. എങ്ങനെയാണ്? കലകളിലൂടെയും സാഹിത്യത്തിലൂടെയൊക്കെയാണ് ഇതുണ്ടായി വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ? യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയ സാമൂഹ്യ ഘടനയിൽ മാറ്റം വരുത്തി. അതായത് കൂടെ എന്താണ്? വ്യവസായ വിപ്ലവം, കോളനിവൽക്കരണം, ദേശീയ ബോധം തുടങ്ങിയവയും ദേശീയ വളർച്ചയ്ക്ക് കാരണമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേശീയ വളർച്ച ഇന്ന് കാണുന്ന രാഷ്ട്രം ഉണ്ടായത് എങ്ങനെയാണ്? വ്യവസായ വിപ്ലവം, കോളനിവൽക്കരണം, ദേശീയ ബോധം, അല്ലെങ്കിൽ കൂടാതെ എന്ത്? യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയവയിൽ നിന്നാണ് രാഷ്ട്രം ഉണ്ടായത് യൂറോപ്പിൽ. ഓക്കെ, ക്രമേണ എന്ത് ചെയ്തു? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നീ ഘടകങ്ങളും ഇതിൻ്റെ അടിസ്ഥാനമായി രാഷ്ട്രം വളർന്നു വന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ദേശരാഷ്ട്രങ്ങൾ ഉണ്ടായത് എവിടെയാണ്? യൂറോപ്പിലാണ്. അതിന് കാരണം ഏതൊക്കെയാണ്? യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയ സാമൂഹിക ഘടനയിൽ മാറ്റം വരുത്തി എന്ന് പറഞ്ഞു. കൂടാതെ എന്തുണ്ടായി? അവിടെ വ്യവസായ വിപ്ലവം ഉണ്ടായി, കോളനിവൽക്കരണം ഉണ്ടായി, ദേശീയ ബോധം ഉണ്ടായി. പിന്നെന്ത് സംഭവിച്ചു? ദേശീയ രാഷ്ട്രങ്ങൾ ഉണ്ടായി. അവിടെ ദേശരാഷ്ട്രങ്ങൾ ഉണ്ടായി. കൂടാതെ എന്തുണ്ടായി? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഘടകമായി മാറി രാഷ്ട്രം ഉണ്ടായി എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫ്യൂഡലിസം, നേരത്തെ നമ്മൾ ഫ്യൂഡലിസം എന്താണെന്ന് പറഞ്ഞു. എന്താണ്? പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുക്കുന്നവരെ എന്ത് ചെയ്തു? അടിമകളെപ്പോലെ ചൂഷണം ചേരുന്ന സാമൂഹിക ഭരണ വ്യവസ്ഥിതിയാണ് എന്ത്? ഫ്യൂഡലിസം. അതായത് ഒരു തുണ്ട് ഭൂമി എന്നർത്ഥമുള്ള ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് എന്ത്? ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. ഓക്കെ, എവിടെയാണ്? മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത് എന്നും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഫ്യൂഡലിസം എന്താണെന്ന് നേരത്തെ പറഞ്ഞു, അതിനെ കൂടുതലും പറയുന്നില്ല. പിന്നെ പറയുന്നു നവോത്ഥാനം ഉണ്ടായതും നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ്? 14-15 നൂറ്റാണ്ടുകളിൽ എവിടെ? ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ്. എങ്ങനെ? കലാവൈജ്ഞാനിക രംഗത്തുണ്ടായ പുത്തൻ ഉണർവാണ് നവോത്ഥാനം. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? യൂറോപ്യൻ രാജ്യങ്ങളിൽ കലാവൈജ്ഞാനിക രംഗങ്ങളുണ്ടായ പുത്തൻ ഉണർവാണ് നവോത്ഥാനം. അതായത് മതപരമായ ആശയങ്ങളേക്കാൾ ആർക്ക്? മനുഷ്യർക്ക് മൂല്യം കൊടുത്തു. മനുഷ്യർക്ക് വില കൊടുത്തപ്പോഴാണ് എന്തിവിടെ ഉണ്ടായത്? നവോത്ഥാനം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷത എന്താണ്? ഓക്കെ, അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷത എന്താണ്? പെട്രാർക്ക്, ദാന്തെ, ഡാവിഞ്ചി തുടങ്ങിയ വിവിധ മേഖലകളിലെ കലാകാരന്മാർ, സാഹിത്യകാരന്മാരാണ് നവോത്ഥാനത്തെ ഉണർത്തിയത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റായ് ആണെങ്കിൽ ലോക നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? പെട്രാർക്കാണ്, അല്ലേ? പെട്രാർക്കാണെന്ന് നമുക്കറിയാം. പെട്രാർക്ക്. ഓക്കെ, അപ്പോൾ ഫ്യൂഡലിസവും നവോത്ഥാനം, റിനൈസൻസ് എന്താണെന്നും പറഞ്ഞു. ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രമാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ, രാജാവ്, പ്രഭുക്കൾ, കർഷകർ നമ്മൾ പറഞ്ഞു എന്നിങ്ങനെയുള്ള അധികാര ശ്രേണി എവിടെയാണ്?
ഫ്യൂഡൽ രാഷ്ട്രങ്ങളിലാണെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയേ, യുക്തിചിന്ത, ശാസ്ത്രബോധം, വ്യാവസായിക വിപ്ലവം, ദേശീയ ബോധം എന്നിവ ഉണ്ടായത് എവിടെയാണ്? യൂറോപ്പിലാണ്, ദേശരാഷ്ട്രങ്ങളിലാണെന്നും പറഞ്ഞു. ദേശരാഷ്ട്രം. അടുത്ത് പറയുന്നത് വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങൾ ഈ ഭരണവ്യവസ്ഥയിൽ ഉൾപ്പെടുന്നു. എവിടെയാണ്? പൗരാണിക സംസ്കാര കേന്ദ്രങ്ങളിലായിരുന്നു അല്ലേ ഭരണ സംവിധാനങ്ങൾ, പൗരാണിക കാലത്തായിരുന്നു. അടുത്ത് പറയുന്നു ഒരേ വർഗത്തിലുള്ള ജനനം, പൊതു താല്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവ ഈ വിഭാഗം രാഷ്ട്രത്തിന്റെ ഭാഗമാണ്. ഏതാണ്? ഗോത്ര വിഭാഗങ്ങളിലായിരുന്നു അല്ലേ. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, രാഷ്ട്രവും ഗവൺമെന്റും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. നോക്കിയേ, പരമാധികാരമുണ്ട്. ആർക്കാണ് പരമാധികാരം ഉള്ളത്? ഗവൺമെന്റിനാണ് അല്ലേ. മാറിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ഗവൺമെന്റാണ്. വിശാലമായ സങ്കല്പനം ആർക്കാണ്? അത് രാഷ്ട്രത്തിനാണ് അല്ലേ. ഒരു സ്ഥിര താപനമാണ്, അതാരാണ്? രാഷ്ട്രമാണ്. രാഷ്ട്രത്തിന്റെ ഒരു ഘടകമാണ് എന്ത്? ഗവൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെന്ത് പറയുന്നു? എല്ലാ ജനങ്ങളിലും ഇതിൽ ഉൾക്കൊള്ളുന്നു. ആര്? രാഷ്ട്രം. ഓക്കെ, ഗവൺമെന്റിൽ എല്ലാ ജനങ്ങളും ഉൾക്കൊള്ളൂ? ഇല്ല. പിന്നെന്ത് പറയുന്നു? ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു. ഏതിലാണ്? ഗവൺമെന്റിലാണ് അല്ലേ. ഗവൺമെന്റിലാണ്. പിന്നെന്ത് പറയുന്നു? പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസികളിലൂടെയാണ്. ഏതാണ് ആ ഏജൻസി? ഗവൺമെന്റ് ആണ്. പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേടാ? ഇതൊക്കെ ഇനി എക്സാമിന് ചോദിക്കാം. ഗവൺമെന്റ് അല്ലെ രാഷ്ട്രം എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഈ പോയിന്റുകളെല്ലാം തരാം. ഇതിൽ ഉൾപ്പെടുന്നവയും അല്ലെങ്കിൽ ശരിയായ സ്റ്റേറ്റ്മെന്റും അല്ലാത്തതും ഒക്കെ ആയിട്ട് ചോദിക്കാം. അപ്പം ഇത്രയും പോയിന്റുകൾ വ്യക്തമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ അല്ലേ? നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നോക്കി, ഇവിടെ ജനങ്ങളും രാഷ്ട്രവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സജീവ കണക്ഷൻ പോയിന്റ് ആണ് ഏത്? ഗവൺമെന്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഗവൺമെന്റ് ഇല്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ രാഷ്ട്രത്തിന് നിയമങ്ങളും നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നത് ഗവൺമെന്റ് വിവിധ ഘടകങ്ങളാണ് എന്നും പറഞ്ഞു. ആ ഘടകങ്ങളാണ് ഈ കാണുന്നത്. എന്താണ്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഇതെല്ലാം ഗവൺമെന്റിന്റെ ഘടകങ്ങളാണ്. അതായത് ഈ പറയുന്ന രാഷ്ട്രത്തിന്റെ നിയമങ്ങളും നയങ്ങളും അല്ലെ ഈ പറയുന്ന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പരിപാടികളെല്ലാം നടപ്പിലാക്കുന്നത് ഗവൺമെന്റിന്റെ ഘടകങ്ങളാണ്. ആ ഘടകങ്ങളാണ് പറയുന്നത് നിയമനിർമ്മാണ വിഭാഗം. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയെന്ന് അറിയാം. അതായത് നമ്മുടെ വ്യവസ്ഥിതിയിലാണെങ്കിൽ ആരായിരിക്കും? MLA-മാരായിരിക്കും, MP-മാരായിരിക്കും അല്ലേ. അതായത് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികളായിരിക്കും അല്ലേ. അവരായിരിക്കും രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവരിക. കൂടാതെ എന്താണ്? നിയമനിർമ്മാണ വിഭാഗത്തിന് പ്രധാന ചുമതലയാണെന്ന് പറഞ്ഞു. പിന്നെന്താണ്? രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതും നിയമനിർമ്മാണ വിഭാഗത്തിന്റെ കാര്യമായ പങ്കുണ്ട്. ഇതെല്ലാം എന്താണ്? നിയമനിർമ്മാണ വിഭാഗമാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ പോയിന്റുകളെല്ലാം. ഓക്കെ, ഇവിടെ നോക്കി, അടുത്ത് പറയുന്നത് കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് വിഭാഗം. എന്താണ്? ഇവിടെ നടക്കുന്ന കാര്യങ്ങളില്ലേ, അതായത് ഇവിടെ നിയമം നിർമ്മിക്കുന്നു, നിയമങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നു, ജനങ്ങൾക്ക് ആവശ്യമായ പരിപാടികൾ ഉണ്ടാക്കുന്നു, പദ്ധതികൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം എന്താണ്? നിയമനിർമ്മാണ വിഭാഗമാണ്. പക്ഷേ ഇവിടെ എന്താ ഉണ്ടാക്കുന്നത്? ഈ നിയമനിർമ്മാണ സഭയിൽ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്നത് ആരാണ്? കാര്യനിർവഹണ വിഭാഗമായ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, അപ്പോൾ ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും ആരാണ്? കാര്യനിർവഹണ വിഭാഗമാണ്. ഈ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് ആരുൾപ്പെടുന്നത്? ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നത്. അതായത് ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രിമാർ അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ മന്ത്രിമാർ എന്ത് ചെയ്യുന്നു? ഒരു നിയമം നടപ്പിലാക്കുന്നു, അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കുന്നു അല്ലേ. ആ ഉണ്ടാക്കുന്ന നിയമം എങ്ങനെ എന്ത് ചെയ്യാം? ജനങ്ങളിലേക്ക് എത്തിക്കാം, അതെങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങി നടപ്പിലാക്കാം എന്ന് തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നതും ആരാണ്? ഉദ്യോഗസ്ഥരാണ്. നമുക്കറിയാം. അപ്പോൾ ആ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് വിഭാഗം. അടുത്ത പറയുന്നത് നീതിന്യായ വിഭാഗം. സാമൂഹ്യ നീതി എന്താണെന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ അല്ലേ. ഇവിടെ നീതിന്യായ വിഭാഗം. എങ്ങനെയാണ് നീതിന്യായം പ്രവർത്തിക്കുന്നത്? നോക്കിയേ, നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നു. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു, ഈ നിയമം പാസ്സാക്കണോ, ഈ നിയമം പാസ്സാക്കിയാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതായത് നിലവിലിരിക്കുന്ന ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ എന്നൊക്കെ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ആരാണ്? നീതിന്യായ വിഭാഗമാണ്. തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. ഓക്കെ, കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? നീതിന്യായ വിഭാഗമാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ കേട്ട് കാണും നീതിന്യായ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ് എന്ന് മനസ്സിലായി കാണും. ഓക്കെ, ഇവിടെ നോക്കിയേ. ഇവിടെ നോക്കിയേ, നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു. ഓക്കെ, കാര്യം മനസ്സിലായോ? നിയമനിർമ്മാണ വിഭാഗം, ഇവിടെ നിയമനിർമ്മാണ വിഭാഗം ഒരു നിയമം നിർമ്മിക്കുന്നു, അത് നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. ഓക്കെ,
ഈ പ്രക്രിയയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ആരുടെ നീതിന്യായ വിഭാഗത്തിൻ്റെ ചുമതല. ഓക്കെ, അതായത് എന്ത് കോടതികളാണ് നീതിന്യായ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഡിസ്ട്രിക്ട് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, ഇതെല്ലാം നീതിന്യായ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്, ഘടകങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിയമനിർമ്മാണ വിഭാഗം ഒരു നിയമം നിർമ്മിക്കുന്നു, അത് നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവ് വിഭാഗം അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം. അത് ഭരണഘടനയ്ക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ ദോഷം ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതും ഒരു കുറ്റം നടന്നാൽ അത് അന്വേഷിക്കുന്നതും എല്ലാം ആരാണ്? നീതിന്യായ വിഭാഗമാണ്. ഇതെല്ലാം ഓക്കെ, നീതിന്യായ വിഭാഗമാണ്. ഇതൊക്കെയാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് രാഷ്ട്രമുണ്ടായതിന് അടിസ്ഥാനമായ ഘടകങ്ങൾ അത് ഓരോന്നും എടുത്ത് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇത് 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ്. രാഷ്ട്രവും ഗവൺമെൻറ്റും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് പഠിക്കുക. ഇനി വരുന്ന എക്സാമിൽ ഇതിൽ നിന്ന് ഉറപ്പായിട്ട് എന്തുണ്ടാവും? ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നെങ്കിൽ എന്തായിരിക്കും? സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ വളരെ ചാൻസ് കുറവാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് എന്ത് ചെയ്യുക? ഈ ചാപ്റ്റർ പഠിച്ചു പോവുക. ഓക്കെ അല്ലേ? ഇവിടെ ഈ ക്ലാസ് ഇഷ്ടമായി അല്ലെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ട് അല്ലെങ്കിൽ SCRT സീരീസിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ട് ഇനിയും ക്ലാസ്സുകളുണ്ടാവും. ഇതിൻ്റെ ബാക്കി ചാപ്റ്ററുകൾ ഇനിയും ഉണ്ടാവും. ഓക്കെ, വ്യക്തമായിട്ട് പഠിച്ച് ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, താങ്ക് യു.